ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോ ദേവി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കുറേ നാളുകളായിട്ട് നമ്മുടെ ഇസബെല്ലയും കെവിനെയും ഒക്കെ ചേർന്ന് സിദ്ധാർത്ഥൻ സാറിനെയും പ്രഭാവതിയെയും നന്ദനെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വലിയ ചതിയുടെ നാടകങ്ങൾ തന്നെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇസബെല്ലയുടെ കള്ളക്കളികളും ചതിയും എല്ലാം സിദ്ധാർത്ഥൻ സാറിന് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. അത് അവളോട് അദ്ദേഹം പെരുമാറിയ രീതിയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഇസബെല്ല തന്നെ ചതിക്കുകയാണെന്ന പൂർണ്ണ ബോധ്യത്തോടെ ഇസബെല്ലയുടെ മുഖത്ത് നോക്കിയിട്ട് മാസ് മറുപടി തന്നെയാണ് കേട്ടോ സിദ്ധാർത്ഥൻ സാറ് കൊടുക്കുന്നത്. പക്ഷേ ഇതിലും ഏറ്റവും വലിയൊരു രസം എന്ന് പറയുന്നത് നമ്മുടെ പ്രഭാവതി ഇപ്പോൾ കട്ട സപ്പോർട്ടുമായിട്ട് സിദ്ധാർത്ഥനോടൊപ്പം തന്നെയുണ്ട് എന്നുള്ളതാണ്. നന്ദനെ കാണാനായിട്ട് ചന്ദ്രോത്തേക്ക് വന്ന ഇസബെല്ലയെ കാണാൻ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, ആട്ടിപ്പായിക്കുന്നതിന് തുല്യമായിട്ടാണ് പ്രഭാവതി ഇസബെല്ലയെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിടുന്നത്. നന്ദൻ സ്റ്റേഷനിൽ ഹാജരാകുന്നതിൽ നിന്നും നന്ദനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇസബെല്ല ചന്ദ്രോത്തേക്ക് ചെല്ലുന്നത്. ഒരു കാരണവശാലും നന്ദൻ കീഴടങ്ങരുത് എന്ന് ഇസബെല്ല പറയുമ്പോൾ പ്രഭാവതി പറയുന്ന മറുപടി ഇസബെല്ലയെ ശരിക്കും ഞെട്ടിച്ച് കളയുന്നുണ്ട്. അതൊന്നും കേൾക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. കൂടെ കൂട്ടി നീ നന്ദനെ ഇത്രയും ചതിച്ചില്ലേ, ഒരു കൊലപാതകത്തിന് കൂട്ടുനിന്ന് എൻ്റെ മകൻ്റെ ജീവിതം തകർത്തതുപോലെ ഇനിയെങ്കിലും നീ ഈ വീടിൻ്റെ പടി കയറി പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു താക്കീത് തന്നെയാണ് പ്രഭാവതി ഇസബെല്ലയ്ക്ക് നൽകുന്നത്. അപ്പോൾ പ്രഭാവതിയുടെ പെരുമാറ്റം ഇസബെല്ലയെ ശരിക്കും ഞെട്ടിച്ച് കളയുന്നുണ്ട്. കാരണം മുൻപൊക്കെ എന്തിനും ഏതിനും കട്ട സപ്പോർട്ടുമായിട്ട് പ്രഭാവതി ഇസബെല്ലയുടെ കൂടെ ഉണ്ടായിരുന്നു. അന്നൊക്കെ സിദ്ധാർത്ഥിനെ എതിർത്ത് സംസാരിച്ചിരുന്ന പ്രഭാവതി ഇപ്പോൾ സിദ്ധാർത്ഥിനോടൊപ്പം ചേർന്ന് നിന്നാണ് തന്നെ വീട്ടിൽ നിന്നും ആട്ടിയിറക്കി വിടുന്നത്. ഒപ്പം മകൻ ഇങ്ങനെ ഒരു വലിയ സങ്കടത്തിൽ അകപ്പെട്ടതിൻ്റെ സങ്കടത്തിലിരിക്കുമ്പോൾ ഇസബെല്ല വന്ന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇറങ്ങിപ്പോണേ എന്ന് പറഞ്ഞു ആട്ടിപ്പായിക്കുമ്പോൾ ഇസബെല്ലയ്ക്ക് അത് താങ്ങാനായിട്ട് പറ്റുന്നില്ല. കാരണം സിദ്ധാർത്ഥൻ സാറും പ്രഭാവതി ആൻറ്റിയും തന്നോട് ഇങ്ങനെ പെരുമാറുമെന്ന് ഇസബെല്ല സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഇതേ സമയം ഇസബെല്ലയ്ക്ക് നേരിടേണ്ടി വന്ന ഈ ഒരു വലിയ അപമാനത്തെക്കുറിച്ച് ദേവിക ശാരികയോട് സംസാരിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ശാരികയ്ക്കാണെങ്കിൽ മനസ്സിൽ വലിയ സന്തോഷം തോന്നുകയാണ്. അപ്പോഴാണ് രാധിക ഒരു കാര്യം പറയുന്നത്. ഇസബെല്ല മാത്രമല്ല, ആ കെവിനും വലിയൊരു കുഴപ്പക്കാരൻ തന്നെയാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പണ്ടികയുണ്ട്, അവൻ്റെ കൂട്ടുകെട്ട് അവസാനിപ്പിക്കണമെന്ന് നന്ദനോട് പറയണമെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് ശാരിക, അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്, കെവിൻ നന്ദേട്ടന് ഒരു ജോലി കൊടുത്തു എന്നല്ലേ ഉള്ളൂ, കെവിൻ്റെ കമ്പനിയിലല്ലേ നന്ദേട്ടൻ ജോലി ചെയ്യുന്നത് എന്നെല്ലാം ചോദിക്കുന്നു. അപ്പോൾ തൊട്ടുപുറകെ ദേവികയും പറയുന്നുണ്ട്, അല്ല ശാരി, കെവിൻ്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പന്തികേട് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ശാരികയുടെ മനസ്സിൽ പല വിധത്തിലുള്ള ഡൗട്ടുകൾ തോന്നുന്നുണ്ട്. താൻ ജീവന തുല്യം സ്നേഹിക്കുന്നത് ഇതേ കെവിനെയാണെന്നുള്ള കാര്യം അമ്മയും ചേച്ചിയും അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തെ എന്തായിരിക്കും എന്നോർത്ത് ശാരിക ഇപ്പോൾ ഭയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നേരം പുലരുമ്പോൾ തന്നെ സിദ്ധാർത്ഥൻ സാറും ഹരിസാറും എല്ലാവരും കൂടി ചേർന്ന് നന്ദനെ മാനസികമായിട്ട് റെഡിയാക്കി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഗിരീഷും ചന്ദ്രൊത്തേക്ക് എത്തുന്നത്. നിയമപ്രകാരം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് ഹാജരാക്കി കഴിഞ്ഞാൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ ഹാജരാക്കുമെന്നും റിമാൻഡിൽ പോകേണ്ടി വരും എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നന്ദൻ കീഴടങ്ങാനായിട്ട് തയ്യാറായിരിക്കുന്നത്. കാരണം ഈ ഒരു കുറ്റം ഒളിപ്പിച്ചു വെച്ചതിൻ്റെ പേരിൽ നന്ദൻ അനുഭവിച്ച ഭവിഷ്യത്തുകൾ ചില്ലറയൊന്നുമല്ല. നന്ദനും ഇസബെല്ലയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് വരെ ദേവിക തെറ്റിദ്ധരിച്ചു. അതിനു പുറമെ മാധവേട്ടന് സംഭവിച്ച ആ ഒരു വലിയ ദുരന്തം, അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് താൻ സ്നേഹിക്കുന്നവരെയെല്ലാം തന്നെ വെറുക്കാൻ കാരണം ഈ ഒരു രഹസ്യം മറച്ചു വയ്ക്കാൻ താൻ എടുത്ത എഫേർട്ട് മാത്രം കൊണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചെയ്ത തെറ്റിന് അർഹതമായിട്ടുള്ള ശിക്ഷ ഏറ്റുവാങ്ങുന്നതാണ് പ്രായശ്ചിത്തം എന്ന് നന്ദൻ ഉറപ്പിക്കുന്നു. അരുന്ധതി മേഡം തന്നോട് എങ്ങനെ പ്രതികരിക്കും എന്നൊരു വിഷമം നന്ദനെ അലട്ടുന്നുണ്ടെങ്കിലും ഹരിസാറ് കാര്യങ്ങൾ മുൻകൂട്ടി അരുന്ധതി മേഡത്തിനെ അറിയിച്ചതുകൊണ്ട് തന്നെ ഇനി അവർ അതറിയുമ്പോൾ ഉണ്ടാകുന്ന ഷോക്കിനെ കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട എന്നും നന്ദൻ ഇതേ സമയം ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് ഹരിസാറും സിദ്ധാർത്ഥൻ സാറും ചേർന്ന് ദേവികയും മുരളിയെയും ചന്ദ്രോത്തേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. മുരളിയും ഗിരിയെല്ലാം ചേർന്ന് നന്ദനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ വിഷമിക്കേണ്ട നന്ദ, നീ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിക്കുന്ന ആളല്ലെന്ന് ഞങ്ങൾക്കറിയാം. നിനക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. നിയമത്തിന് മുന്നിൽ നിനക്ക് എന്ത് നേരിടേണ്ടി വന്നാലും കട്ട സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടാകുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ നന്ദന് ധൈര്യം കൊടുക്കുന്നുണ്ടെങ്കിലും അമ്മയുടെ സങ്കടം കാണുമ്പോൾ നന്ദനത് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. എന്നാൽ ഇതിനിടയിൽ നന്ദൻ സ്റ്റേഷനിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇസബെല്ല പല വഴിക്കും ശ്രമിക്കുന്നുണ്ട്. തങ്ങളുടെ പേര് ഒറ്റിക്കൊടുക്കുമോ എന്ന് കെവിൻ വിളിച്ചു തിരക്കുമ്പോൾ നന്ദൻ എല്ലാ കുറ്റവും സ്വയം ഏറ്റെടുത്ത് കീഴടങ്ങാനാണ് പോകുന്നതെന്നും നിങ്ങളുടെ പേര് പറയില്ലെന്നും പ്രഭാവതി വാക്ക് കൊടുക്കുകയാണ്. പക്ഷേ കെവിനും ഇസബെല്ലയും ഇതിലെ കൂട്ടുപ്രതികളാണെന്നുള്ള കാര്യം പ്രഭാവതി ആരോടും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ഹരിസാറിന് കാര്യങ്ങളിലൊക്കെ ഏകദേശം ധാരണ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അഥവാ തെളിവ് സഹിതം ബോധ്യപ്പെട്ടു എന്ന് തന്നെ പറയാം.
ഇനി ഇവിടെ പിടിച്ചു നിന്നിട്ട് കാര്യമില്ലെന്നും നാട് വിട്ടു പോകുന്നതാണ് നല്ലതെന്നും കെവിന് ഏകദേശം മനസ്സിലായി തുടങ്ങി. അങ്ങനെ കെവിൻ ഇസബെല്ലയോട് പറയുന്നുണ്ട്, ഇനി ഇവിടെ നിൽക്കുന്നത് നമുക്ക് പന്തികേടാണ് ബെല്ല. നന്ദൻ സ്റ്റേഷനിൽ ഹാജരായാൽ തൊട്ടു പിന്നാലെ നമ്മുടെ കള്ളത്തരങ്ങളും പുറത്തു വരും. ആ ഋഷിയുടെ സംസാരം കണ്ടിട്ട് അവൻ അകത്തായാൽ നമ്മളെ ഒറ്റിക്കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഈ നാട് വിട്ടു പോകൂ, ഞാനും കുറച്ച് നാൾ മാറി നിൽക്കാം എന്നെല്ലാം പറയുന്നു. പക്ഷേ ബെല്ല അതിന് സമ്മതിക്കുന്നില്ല. ഏത് നാട്ടിൽ പോയാലും നമ്മൾ തെറ്റ് ചെയ്തു എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ രക്ഷയില്ല. അതിനേക്കാൾ നല്ലത് നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കാതിരിക്കാനുള്ള മാർഗം നോക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബെല്ല ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അങ്ങനെ റിമാൻഡ് ചെയ്യുന്നതിന് മുൻപ് നന്ദനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, DYSP സ്വാധീനിച്ച് കേസ് എങ്ങനെ ഒതുക്കണം എന്നൊക്കെയാണ് ഇസബെല്ല പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ സിദ്ധാർത്ഥൻ സാറും ഹരിസാറും മുരളിയും ഗിരീഷും എല്ലാം സത്യം അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ബെല്ലയുടെയോ കെവിൻ്റെയോ നാടകത്തിൽ വീഴാനായിട്ട് നന്ദനെ കിട്ടില്ല. മാതാപിതാക്കളുടെയും മറ്റുള്ളവരുടെയൊക്കെ വാക്കുകൾക്ക് വില കൊടുക്കുന്നത് കൊണ്ട് തന്നെ നന്ദൻ ഇനി ചതിക്കുഴികളിൽ വീഴില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ അധികം വൈകാതെ തന്നെ എല്ലാ സത്യങ്ങളും വെളിച്ചത്ത് വരും. അതുമാത്രമല്ല, സത്യങ്ങളെല്ലാം നന്ദനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുന്നതോടുകൂടി തന്നെ ചുരുളഴിയാനായിട്ട് പോവുകയാണ്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രഭാവതി തന്നെയാണ് അരുന്ധതിക്ക് നല്ല തിരിച്ചടി കൊടുക്കാനായിട്ട് എത്തുന്നത്. കണ്ണീർ നാടകം കളിച്ച് അവരെ മുൾമുനയിൽ നിർത്തിയതിന് അരുന്ധതിക്ക് നല്ല തിരിച്ചടി തന്നെ പ്രഭാവതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം കിടലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്